നമസ്കാരം. ഞാൻ പറയാൻ പോണ സംഭവം ഒരു പണക്കാരത്തി ചേർത്തി അവർ ഞാനുമായിട്ടുള്ള ബന്ധം. അതായത് ഞാനൊരു പുരുഷ വേശ്യൻ്റെ റോളെടുത്തോ എന്നൊരു സംശയം. അതിവിടെ ഭർത്താവിനന്ന് ഈ പണ്ടം പണയം എടുക്കൽ, സ്വർണ്ണപ്പണ്ടം, ഒരു ഓഫീസൊക്കെ ഉണ്ടായത്. അന്ന് ഇന്നത്തെ പോലെ റിസർവ് ബാങ്കിൻ്റെ കർശന നിയന്ത്രണമൊന്നുമില്ല. ആർക്കും ഒരു സ്വർണ്ണ പണയമൊക്കെ തുടങ്ങുകയൊക്കെ ചെയ്യാം. അപ്പോൾ അയാൾ പൂത്ത പണം ഞങ്ങൾക്ക് ഇഷ്ടം പോലെ പൈസ. ഇനിയിപ്പോൾ ഞായറാഴ്ച ആയാലും അയാളുടെ വീട്ടിൽ ചെന്നാലും സ്വർണ്ണം ഉണ്ടെങ്കിൽ പൈസ തരും. പിന്നെ കുറച്ചൊരു മനസ്സാക്ഷിയുള്ള ആളാണ്. അങ്ങനെ ഒരു ഹോസ്പിറ്റൽ കേസൊക്കെ ആണെങ്കിൽ സ്വർണം പണയം വാങ്ങിയാലും ബ്ലേഡ് പലിശയൊന്നും എടുക്കില്ല. അയാൾ കണ്ടറിയും. ചിലപ്പോൾ മുതൽ മാത്രം മേടിച്ചിട്ട് ആ സ്വർണം തിരിച്ചു കൊടുക്കും. ആക്രാന്തമില്ല. പക്ഷെ അയാൾക്കുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ അവർക്ക് സെക്സിന് അയാൾക്ക് വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ല. ഇപ്പം ചേട്ടത്തിക്കൊരു 40 വയസ്സ് കഴിഞ്ഞ് നല്ല പ്രൗഡായിട്ടുള്ള സ്ത്രീ, അവരൊക്കെ സാരി ഉടുത്തൊക്കെ പള്ളിയിലൊക്കെ പോകണ കണ്ടാൽ ഒരു VIP ലുക്കാണ്. കാലിലെ വയറും എന്താ പറയുക, അങ്ങനെ ശരീരവർണ്ണന പറയുകയാണെങ്കിൽ എല്ലാ അത്യാവശ്യമുണ്ട്. എന്നാൽ അവർ തടിയോ ഒന്നുമില്ല. അവർക്ക് നേരെ ഓപ്പോസിറ്റ്. അവർക്കാണെങ്കിൽ കളി ഭയങ്കര ത്രില്ലിൻ്റെ ആളാണ്. പക്ഷെ ഇവിടെ സംഭവിച്ചെന്താണെന്നറിയാം. ഞാനും പെണ്ണും തമ്മിലുള്ള ചെറിയൊരു വ്യത്യാസം പറഞ്ഞുതരാം. നമ്മൾ ആണുങ്ങൾക്ക് ഏതെങ്കിലും ഒരു വാണറാണി ഉണ്ടാകും എന്ന് വെച്ചാൽ സ്ഥിരമായിട്ട് മനസ്സിൽ വിചാരിച്ച് കൊടുക്കണേ. അപ്പം ഞാനിപ്പോൾ ഒരു കാര്യം പറഞ്ഞുതരാം. ഒരു സ്ത്രീ അത്യാവശ്യം കാണാൻ ഭംഗിയും എല്ലാ സംഭവമുള്ളൊരു പെണ്ണ് റോഡിൽ കൂടി പോകുമ്പോൾ ഈ കാണുന്ന കാഴ്ചക്കാരിൽ കുറച്ച് പേരെങ്കിലും അവരാലോചിച്ച് വീട്ടിൽ പോയിട്ട് ഒന്ന് കൊടുക്കും. അതാണ് സ്ത്രീൻ്റെ പ്രത്യേകത. ചില സ്ത്രീകൾക്ക് സ്ഥിരമായിട്ട് ആൾക്കാരുണ്ടാവും. എങ്ങനെ ഇവർ പരസ്പരം അറിയില്ല. കാരണം എനിക്കിതങ്ങനെ മനസ്സിലാവണമെന്ന് എൻ്റെ കൂട്ടുകാർ പറയും. ഒരു പെണ്ണയിൽ പോകണമെങ്കിൽ ഇന്ന് രാവിലെ കൂടി അവൾക്ക് ഒന്ന് കൊടുത്തിട്ടുള്ളത് പറയും. അതാ അവളെ വിചാരിച്ച് സ്വയം ഭോഗം ചെയ്തു എന്നാണ് ഈ പച്ചക്ക് പറഞ്ഞത്. അങ്ങനെ വാണറാണി എന്നതിനെ പറയുക. അങ്ങനെ സങ്കല്പത്തിൽ മിക്ക സുന്ദരികളായിട്ടുള്ള സ്ത്രീകൾക്ക് ഇങ്ങനത്തെ നിശബ്ദ ഫാൻസുകാരുണ്ട്. അതൊരു ചില്ലറ ഫാൻസല്ല. പക്ഷെ സ്ത്രീകൾക്ക് അങ്ങനെയല്ല. സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ പൊതുവേ നമ്മളിപ്പോൾ ഓപ്പോസിറ്റ് ഒരു സ്ത്രീ നടന്ന് വരികയാണെങ്കിൽ നമ്മുടെ അടുത്ത് എത്തുമ്പോൾ അവൾ തല മുമ്പിട്ടോ ഒരു ഇതിലാണ് പോവുക. പക്ഷെ കുറച്ച് ഡിസ്റ്റൻസിൽ അവൾ നമ്മളെ സ്കാൻ ചെയ്ത് MRI വരെ എടുത്തിട്ടുണ്ടാവും. അങ്ങനെയാണ്. അപ്പോൾ ഈ ചേർത്തിക്ക് നല്ല സെക്ഷൽ അട്രാക്ഷനുള്ള. അപ്പോൾ അവിടെ ഒരു കാര്യസ്ഥനുണ്ട്. കാര്യസ്ഥൻ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഒരു പെണ്ണ് ബ്രോക്കറിൻ്റെ കല്യാണ ബ്രോക്കറിൻ്റെ ഒക്കെ പോലത്തെ ഒരാളാണ്. അപ്പോൾ ഇടയ്ക്ക് ഇവർക്ക് എവിടെയെങ്കിലും യാത്ര പോകണമെങ്കിൽ അന്ന് അവർക്കൊരു ഫിയറ്റ് കാറുണ്ട്. എന്നെ ഒന്ന് വിളിക്കും. സ്ഥിരം ഡ്രൈവറില്ല, എന്നെ വിളിക്കും. അപ്പോൾ ഈ ചേച്ചിനെ കൊണ്ടാണ് പോകേണ്ടത്. അപ്പോൾ ഇവർ ചിലപ്പോൾ ലോങ്ങൊക്കെ പോകും. ഇവിടെ ലോങ് എന്ന് പറയാൻ കോട്ടയമൊക്കെയാണ് പോവുക. കോട്ടയത്തു നിന്ന് കുറേ ഉള്ളിലാണ്. എന്താണ് ആ സ്ഥലത്തിൻ്റെ പേര് ഞാൻ ഇപ്പോൾ ആലോചിച്ചിട്ട് കിട്ടില്ല. അതായത് തേക്കടിയൊക്കെ പോകുന്ന റൂട്ടാണ്. അപ്പോൾ അവിടെ പോവും, തിരിച്ച് വരും. അപ്പോൾ ഈ ബ്രോക്കർ, അതായത് കാര്യസ്ഥൻ എന്നോട് പറയും, പോയിട്ട് എന്തെങ്കിലും നടന്നോ? ഇല്ല. നിന്നോട് അവരെന്തൊക്കെയാണ് സംസാരിച്ച്? സാധാരണ വർത്താനമൊക്കെ പറഞ്ഞു. മുന്നിലാണോ ബാക്കിലാണ് ഇരുന്നത്? ബാക്കിൽ. എന്നാലേ അവർക്ക് നിന്നോട് പറയാൻ മടിച്ചിട്ടാണ്. നിന്നെ അവർ കൊണ്ടുപോകണത് നിന്നെ കൊണ്ട് പണിയെടുപ്പിക്കാനാണ്. നീ ഒന്ന് അങ്ങോട്ട് ചെറിയ രീതിയിലൊന്ന് ശ്രമിച്ചു നോക്കിയാൽ അവർ ആ മിനിറ്റിൽ നിനക്ക് തരും. ഞാനിപ്പോൾ എങ്ങനെ നിങ്ങളെ വിശ്വസിക്കണം? അങ്ങനെ ചെയ്താലേ എന്തെങ്കിലും പ്രശ്നമാവുക എനിക്കറിയില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പം നിങ്ങളോട് അവർ അതിനെപ്പറ്റി എന്തിനു പറഞ്ഞിട്ടുണ്ടോ? എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയണത്. അവർക്ക് നല്ല ആഗ്രഹമുണ്ട്. ഇപ്പം ഒന്നാമത്തെ നീ അവരെല്ലാം പ്രായത്തിനുള്ളതല്ലേ, നിന്നോട് എങ്ങനെ ഹെഡ് ചെയ്യണം എന്നുള്ള ഇതിലാണ് പറയുക. കിട്ടിയാൽ തെറ്റില്ല. അത്ര മാറ്റം സാധനം. ഞാനെന്ത് ചെയ്ത് പിന്നെ എന്നെ വിളിച്ചപ്പോൾ അവർക്ക് ദൂരത്തൊന്നും പോകാനില്ല, സിറ്റിയിലൊക്കെ ഒന്ന് പോയി വരാൻ. വന്നു കഴിഞ്ഞിട്ട് അവരെന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യണം, ഇവിടെ
ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട്, ഒരു ബൾബൊക്കെ മാറ്റിയിടാറുണ്ട്, അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് പോകാൻ ധൃതി ഉണ്ടെന്നൊക്കെ ചോദിച്ചു. എനിക്ക് ധൃതിയില്ല പറയും. എന്നാൽ ആദ്യം ചായ കുടിക്കാമെന്ന് നേരത്തെ ഇവരെന്നോട് ചോദിച്ചു, നിന്നോട് അയാൾ എന്തെങ്കിലും പറഞ്ഞു ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞേ പറയാൻ പറഞ്ഞു, പക്ഷേ എനിക്ക് കയറി അടിയാൻ ധൈര്യമില്ല കേട്ടോ. എനിക്ക് ഒരുപാട് കൊതിയുണ്ട്. പണ്ടേ ഞാൻ നിങ്ങളൊക്കെ ഓർത്ത് പലതും ചെയ്തിട്ടുണ്ട് പറഞ്ഞു. ഞാനുള്ള കാര്യം വെട്ടി തുറന്ന് പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു, ഇനി ഓർത്ത് ചെയ്യണ്ട, ഇന്നിപ്പോൾ ഏതായാലും പുള്ളിക്കാരൻ ഇന്ന് ഇവിടെ ഇല്ല, നാളെയും ഇല്ല, അവർ ലോങ് പോയേക്കുക, വരാൻ ദിവസങ്ങൾ പിടിക്കും, 2 ദിവസം പിടിക്കും, നീ ഇവിടെ നിൽക്കുക. അന്നവിടെ താമസിച്ച്, അതായത് ഇവരുടെ ബെഡ്റൂമിൽ പോയി കഴിഞ്ഞാൽ അപ്പം സെക്യൂരിറ്റി ആരാ? ഇയാളാണ്. അയാൾ മനസ്സിലായി. അപ്പോൾ അയാളോട് എന്തോ സിഗ്നൽ കൊടുത്തിട്ടുണ്ട്, ആരെങ്കിലും വരണമെങ്കിലൊക്കെ ഒന്ന് വാച്ച് ചെയ്യാൻ, അവിടെ ആളില്ല എന്ന് പറയും എന്തെങ്കിലുമൊക്കെ. അപ്പം ചെരുപ്പുണ്ട് മുന്നിലുള്ള, അതിൻ്റെ ചെരുപ്പ് വരെ അവരെടുത്ത് ബാക്കിൽ കൊണ്ടുപോയിട്ട്, എന്നിട്ട് ആ സ്ത്രീ, ഞാനിവരെ എന്താ പറയുക, കൂടുതൽ അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞാൽ യൂട്യൂബ് അണ്ണൻ പ്രശ്നം ഉണ്ടാക്കും. എന്നാലും പറയാം, ഇവർ ഡ്രസ്സൊക്കെ ഓരോന്ന് റിമൂവ് ചെയ്തപ്പോൾ ഉണ്ടല്ലോ, ഇവരൊക്കെ പണക്കാർക്കൊരു പദ്ധതിയുണ്ട്, ഏറ്റവും മുന്തിയ ബ്രേസിയർ, മുന്തിയ ഷെഡി, അതൊക്കെ അല്ലേ ഇടുള്ളൂ. പിന്നെ കാണാനും നല്ല ബ്യൂട്ടിയാണ്. ഇപ്പം എൻ്റെ ഒരു വീക്ക്നെസ്സാണ് ഈ ഷെഡി മാത്രം ഇട്ട് കാണുക എന്നുള്ളത്. ഏതായാലും അതിന് നന്നാക്കി കളിച്ചു കൊടുത്തു. എന്നിട്ട് ഇവരെന്നോട് പറഞ്ഞത് എന്താണെന്നറിയാം, നീ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുമോ, നിനക്ക് ഞാൻ എന്ത് വേണേലും തരാം. അതാണ് ഞാൻ പറഞ്ഞത്, തുടക്കത്തിലേ പറഞ്ഞത്, ഞാൻ ഒരു പുരുഷ വേശിയായോ എന്നൊരു സംശയം. ഫസ്റ്റിലെ പരിപാടിക്ക് തന്നെ ഇവരെനിക്ക് കുറച്ച് പൈസ ഇടുന്നു, ഇത് നീ പോക്കറ്റ് മണിയായിട്ട് വെച്ചോ. എൻ്റെ അടുത്ത് പൈസ ഉണ്ടെന്ന് പറയും. എനിക്കറിയാമല്ലോ നിനക്കൊക്കെ എത്ര സാലറി ഉണ്ടെന്ന്, പട്ടാളക്കാർക്ക് എത്ര ശമ്പളം ഉണ്ടെന്നൊക്കെ എനിക്കറിയും പറയും. അന്നൊക്കെ ശരിയാണ്, 640 രൂപ എന്താ പറയുക കിട്ടണേ ഒരു മാസത്തിൽ. അതിലിപ്പോൾ 100 രൂപയൊക്കെ നമ്മൾ അഡ്വാൻസ് വാങ്ങും, പിന്നെ ആനുവൽ ലീവിന് വരുമ്പോൾ ബാക്കി വാങ്ങുള്ളൂ. അപ്പോൾ ബാക്കി എത്ര ഉണ്ടാവും ഒരു കൊല്ലത്തിൽ? അത് നാട്ടിൽ വന്ന് 2 കൂട്ടുകാരെ കൂടി 2-3 പ്രാവശ്യം ഷാപ്പിൽ എവിടെയെങ്കിലും കയറി അത് തീരും. പക്ഷെ എൻ്റെ വീട്ടിൽ മുതലുണ്ട്, പൈസ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അടുത്ത് കാശില്ലാണ്ട് നിൽക്കില്ല. അപ്പം ഞാൻ പറഞ്ഞ എൻ്റെ വീട്ടിൽ വേറെ വരുമാനമൊക്കെ ഉണ്ട്, ഞാൻ ഒരു മോനല്ലോ, അതായിക്കോട്ടെ, എൻ്റെ വക നിൻ്റെ കയ്യിലുണ്ടായിക്കോട്ടെ, നീയൊക്കെ ഒരു റിച്ചായിട്ട് നടക്കണം, നീ നല്ല ഡ്രസ്സ് ഷൂ എന്തെങ്കിലുമൊക്കെ വാങ്ങണമൊക്കെ പറയും. പിന്നെ എപ്പോൾ പോയി കളിച്ചാലും പൈസ തരും. അത് ഇത്രയൊന്നുമില്ല. അന്ന് 100-ൻ്റെ വീതിയുള്ള നോട്ടാണ്, ഇപ്പോഴത്തെ 100 നോട്ടല്ല, നല്ല വലിപ്പമുണ്ടാവും. അതൊരു എന്താ പറയുക, ഒരു 10-20 ഒക്കെ തരും. അന്നൊക്കെ പൈസക്ക് ഇതേപോലെയല്ല, പൈസക്ക് വിലയുണ്ട്. അപ്പം ഞാൻ വിചാരിക്കണേ, ഞാൻ ഒരു വേസ്റ്റിനെ പോലെ ആയി മാറിയെന്ന്. പക്ഷെ കളിക്കാനുണ്ട് കേട്ടോ, മുതലിന് അടിച്ചാലല്ല, അതൊക്കെ എന്നെ വളഞ്ഞ് വരും. നല്ല കോപ്പറേഷനാണ്. ചില പെണ്ണുങ്ങൾ ഭയങ്കര ഫ്ലെക്സിബിളാണ്, ഏത് മോഡൽ കളിക്കാനും അവർക്ക് എല്ലാ സ്റ്റൈലും പരീക്ഷിക്കാൻ ഇഷ്ടമാണ്. എനിക്കാണെങ്കിൽ അതിലേറെ ത്രില്ലാണ് അത്തരം കാര്യങ്ങളിൽ. അന്നൊക്കെ ഉണ്ടല്ലോ കിളിക്കാണ് അടിച്ചു കൊടുക്കുന്നത്, കാട്ടിലൊക്കെ വിറക്കും. സ്പ്രിങ്ങിൻ്റെ ബെഡാണ് അവർക്കും ഉള്ളത്. എത്ര ദിവസം അതിനെ ഞാൻ കളിച്ചെന്നറിയാം. അതാണ് ഞാൻ പറഞ്ഞത്, ഞാനൊരു പ്രോസ്റ്റിറ്റ്യൂട്ടായി മാറിയത് എനിക്ക് ഡൗട്ട് ഇருக்கு.